പിന്നെ ഒരു കാര്യം, റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം എല്ലാ അധികാരവും എല്ലാ ചുമതലയും അവർക്ക് തന്നെയാണല്ലോ. നിന്റെ എല്ലില്ലാത്ത നാവിന്റെ ചെലക്കിലിയാ നിർത്തി തരാടി. തീർച്ചയായിട്ടും പരസ്പരമുള്ള പഴിചാരലുകൾ യഥാർത്ഥത്തിൽ ആമയിഴഞ്ചാൻ തോട്ടിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളിൽ നിന്ന് വമിക്കുന്നതിനേക്കാൾ വലിയ ദുർഗന്ധമായിരുന്നു എന്നതാണ് 100% ഞാൻ യോജിക്കുന്നു. മേയറുടെ ഭാഗത്തു നിന്നുണ്ടായതും വളരെ ഗുരുതരമായൊരു അനാസ്ഥയാണ്. പക്ഷേ അതിനെ അവർ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് വളരെ വിചിത്രമായി എനിക്ക് തോന്നി. അതുള്ളതായിരിക്കും, ആരെ ആകർഷിക്കുന്ന കാർഗുന്തളമാണല്ലോ. ഒരു KSRTC ബസ് നിങ്ങൾ തടയാൻ കാണിച്ചതിൻ്റെ 10-1 ജാഗ്രത മതിയായിരുന്നു. ആമയിഴഞ്ചാൻ തോട്ടിൽ ഈ പറയുന്ന മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നുവെന്നും അത് ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അന്ന് മന്ത്രിമാരുടെ ഇടപെടലില്ലാതെ ഞങ്ങൾ ഇത് നടപ്പിലാക്കാമെന്നുള്ള ഒരു ധാരണയിൽ മുന്നോട്ടിറങ്ങുകയും ആദ്യത്തെ ഒരു വർഷം നന്നായി പദ്ധതി എന്നിട്ട് ക്ലീൻ ചെയ്ത് ഏകദേശം 700ഓളം ലോഡ് മാലിന്യമാണ് ഈ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. ആരും കേട്ടിട്ടില്ല. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു ഈ ഓപ്പറേഷൻ അനന്തയ്ക്ക്? പക്ഷേ രണ്ടാമത്തെ പിണറായി സർക്കാർ ഓപ്പറേഷൻ അനന്ത തുടരാൻ തീരുമാനിച്ചില്ല. കള്ളപ്പന്നി. മിനിസ്റ്റർ ശിവൻകുട്ടിയോട് ചോദിച്ചു, ഈ ഓപ്പറേഷൻ അനന്തയുടെ തുടർഘട്ടങ്ങൾ ഉണ്ടാകുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഓപ്പറേഷൻ അനന്തയോ അത് പഴയ പ്രോജക്റ്റ് അല്ലേ, പുതിയ പ്രോജക്റ്റാണ് വരാൻ പോകുന്നത്. അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. സാർ, ആ പുതിയ പ്രോജക്റ്റിന്റെ രക്തസാക്ഷിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ജോയ് എന്ന് പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളി. എന്നാലും ഇതൊരു കടുങ്കൈ തന്നെ. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനല്ലേ ഇവരിട്ട് പന്താടുന്നത്. ഒരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ കൈകൾ കൊണ്ട് ഇത്രയും അണുക്കൾ വമിക്കുന്ന ഈ ആമയിഴഞ്ചാൻ തോട് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയത്. ശരിയാ, ഞാനും കേട്ടു. പറഞ്ഞിട്ട് എന്താ കാര്യം? ആരാണ് ഇവർക്ക് കൊട്ടേഷൻ കൊടുത്തത്? റെയിൽവേ. ഇവർക്ക് കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി റെയിൽവേയോട് ആവശ്യപ്പെട്ടതാരാണ്? കോർപ്പറേഷൻ. തനിക്കെന്താണ് ഇത്ര വലിയ കലിപ്പ്? നീയേ വെറും ബ്രിട്ടാസായ മതി, ബ്രിട്ടീഷ് ആവണ്ട കേട്ടോ. ഇതിന് ആരാണ് ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ ഈ സർക്കാരും കോർപ്പറേഷനും അതിന് പ്രാഥമികമായ ഉത്തരവാദികളാണെന്നാണ് ഞാൻ പറയുക. ഇത് കണ്ടക ശനി കൊണ്ടേ പോവും. സാധാരണ മേയറെ കുറിച്ച് പറയാം. അപ്പോൾ നഗരമാതാവ് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം, റെയിൽ നീരടക്കമുള്ള കുപ്പികൾ കണ്ടില്ലേ, അതാണല്ലോ അവിടെ കൂടിക്കിടക്കുന്നത്. ഒന്ന് ആലോചിച്ചു, ഒരു വർഷത്തെ ഒരു വലിയ ഡിപ്പോസിറ്റ് ഇവിടെ വരണമെങ്കിൽ അത് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്ന് പറയാൻ ഒരു നാണമില്ലേ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. അത്യന്തം ഖേദകരമായ ഒരു പ്രതികരണമാണ് മേയറുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാണ് നീ നന്നാവണേ.